നമസ്കാരം. സോംജീസ് മിററിൽ മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ ആഴ്ചത്തെ രണ്ടാമത്തെ ട്രേഡിംഗ് ഡേ അവസാനിച്ചിരിക്കുകയാണ്. രണ്ടാമത്തേതും പോസിറ്റീവായി തന്നെ അവസാനിച്ചു. 25,000 എന്ന പോയിൻ്റ് ഭേദിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. മാർക്കറ്റിൻ്റെ താരിഫ് പേടി ഏകദേശം തീർന്ന പോലെയുള്ള അതാണ് കാണുന്നത്. താരിഫ് സംബന്ധമായ വാർത്തകൾക്ക് വലിയ പ്രസക്തി ഇല്ലാതെ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതും ഉക്രൈൻ സംബന്ധിച്ച് റഷ്യൻ പ്രസിഡന്റ് പുടിനും ഡൊണാൾഡ് ട്രംപും കൂടി നടന്ന ചർച്ച കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം അതിൻ്റെ ഒരു എഡ്ജ് എവിടെയാണെന്ന് ഏകദേശം എല്ലാവരും മനസ്സിലാക്കിയതുപോലെ തന്നെയാണ് മാർക്കറ്റിൻ്റെ പ്രതികരണങ്ങൾ. ഇന്നലെ നല്ല രീതിയിൽ മുന്നേറി, ഇന്ന് അത് നിലനിർത്താനായി. അത് കഴിഞ്ഞൊരു 100 പോയിൻ്റോളം ഇന്ന് ഉയരുകയുണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിലെ അണ്ടർ കറൻറ്റ് വളരെ ശക്തമാണ്. അത് ഇന്നലെ ജെഫ്രീസിൻ്റെ ക്രിസ്റ്റഫർ വുഡ് എമർജിങ് മാർക്കറ്റുകളെ അനലൈസ് ചെയ്ത് അവരുടെ നിക്ഷേപങ്ങളിലേക്ക് നിയന്ത്രിക്കുകയും നിക്ഷേപങ്ങളിലെ മാറ്റങ്ങൾക്കൊക്കെ നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്ന ജെഫ്രീസിൻ്റെ ക്രിസ്റ്റഫർ വുഡ് പറയുന്നത് ഇന്ത്യയിലെ ബൈ ടൈമാണ് ഇപ്പോഴെന്നാണ്. ക്രിസ്റ്റഫർ വുഡ് അല്ലെങ്കിലും ഇന്ത്യയെ ഒരു പുകഴ്ത്തുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇത് അത്ര ഒന്നും വിശ്വസിക്കണ്ട. എന്നാൽ തന്നെയും ഈ കഴിഞ്ഞ ആഴ്ചയും ഇപ്പോഴൊക്കെ ആയിട്ടുണ്ടായിരിക്കുന്ന മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ലോക മാർക്കറ്റുകളിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങളാണ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു പ്രകടനം എങ്ങനെയായിരിക്കുമെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നിക്ഷേപത്തിന് തയ്യാറായി നിക്ഷേപിക്കുക. ഇപ്പോഴാണ് നല്ല അവസരം എന്നുള്ളതിന് സംശയമൊന്നുമില്ല. നല്ല ഷെയറുകൾ തിരഞ്ഞെടുക്കുന്നതിൽ നിങ്ങൾ വിജയിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടേതാണ് വിജയം. അതുകൊണ്ട് ഞാൻ ഇതിനെ കൂടുതലൊന്നും വലിച്ചു നീട്ടി ഇത്തരം കാര്യങ്ങൾ പറയുന്നില്ല. നിങ്ങൾ ഈ അടുത്ത സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാർക്കറ്റിൽ, അല്ലാതെ ഇന്ത്യൻ മാർക്കറ്റിലല്ല മറ്റു മാർക്കറ്റുകളിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ചലനങ്ങളും നമ്മളുടെ എക്കണോമിയെക്കുറിച്ച് മറ്റുള്ളവരിൽ നിന്നും ഉണ്ടായിട്ടില്ല പ്രതികരണങ്ങൾ. അല്ലാതെ നമ്മുടെ എക്കണോമിയെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് അത്ര കാര്യമാക്കണ്ട. എന്നാൽ ഫോറിനേഴ്സ് പറയുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പോൾ S&P ആണെങ്കിലും ജെഫ്രീസ്, മോർഗൻ സ്റ്റാൻലി, ഇവരൊക്കെ വമ്പൻ അനലിസ്റ്റുകളാണ്. ലോകത്തിൻ്റെ എക്കണോമിയെ തലങ്ങും വിലങ്ങും വിശകലനം ചെയ്യുന്ന ആളുകളാണ്. അവരൊക്കെ പറയുന്നത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ നമ്മുടെ എക്കണോമിയെക്കുറിച്ച് ഉണ്ടാക്കിയെടുക്കാൻ അത് നല്ലതാണ്. നമ്മളെത്ര ഭയങ്കര വാചകമൊന്നും അടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നിങ്ങളുടെ നിക്ഷേപം അതിനനുസരിച്ചാണ് രൂപപ്പെടുന്നത്. നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ താല്പര്യങ്ങളാണ് നിക്ഷേപങ്ങളായി മാറുന്നത്. നിങ്ങൾക്ക് എക്കണോമിയെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല, അല്ലെങ്കിൽ അത് നന്നാവില്ല എന്നൊക്കെയുള്ള ഐഡിയ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾക്കും അതുപോലെയുള്ള സാധ്യതകളേ ഉള്ളൂ. നിങ്ങളുടെ നിക്ഷേപം ആ രീതിയിലേ വളരുകയുള്ളൂ. ഇതൊക്കെ വസ്തുതകളാണ്. ഇതൊന്നും ഞാനൊന്നും പറയുന്നതല്ല. എല്ലാവരും കണക്ക് കൂട്ടി വെച്ചിട്ടുള്ളതും കണ്ടുപിടിച്ചിട്ടുള്ളതായ കാര്യങ്ങളാണ്. നമ്മളുടെ മനോഭാവം എങ്ങനെയാണെന്നനുസരിച്ചാണ് അത് പ്രതികരിക്കുക ഈ വിപണിയിലേക്ക്. അപ്പോൾ നിങ്ങളുടെ പ്ലസൻ്റായ മനോഭാവങ്ങൾ എക്കണോമി എങ്ങനെ കാണുന്നു എന്ന് കരുതുക, എന്നിട്ട് അതിൽ നിക്ഷേപിക്കുക. ജുൻജുൻവാലയുടെ ഇതൊക്കെ എപ്പോഴും പറയാം. ഇല്ലേ, നമ്മളുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുള്ളായിരുന്ന ജുൻജുൻവാലയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയും, ഒരുപാട് കാര്യങ്ങൾ പറയും. അയാൾ ഭയങ്കര ബുദ്ധിമാനായി ഇന്ന രീതിയിൽ നിക്ഷേപിച്ചു, ഇന്ന സ്റ്റോക്കുകൾ കണ്ടെത്തുന്നതിൽ ഇതൊന്നുമല്ല. അയാളുടെ ഒരു പ്രസംഗം അല്ലെങ്കിൽ അയാളുടെ ഒരു സംഭാഷണം നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അയാൾ എന്തുകൊണ്ട് പണക്കാരനായി എന്നുള്ളത്. അയാളുടെ മനോഭാവമാണ്. അയാളുടെ മനോഭാവത്തിൽ അല്പം പോലും നെഗറ്റിവിറ്റി അയാൾ ഇന്ത്യയുടെ എക്കണോമിയെക്കുറിച്ച് കൊടുക്കുന്നില്ല. അതിപ്പോൾ രാഷ്ട്രീയം ഏതായാലും, ഏത് രാഷ്ട്രീയക്കാരൻ വന്ന് ഭരിച്ചാലും അയാളുടെ വീക്ഷണം എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ അയാൾക്ക് അതുപോലുള്ള കമ്പനികളെ അയാളുടെ ദൃഷ്ടിയിലേക്ക് വരും, അതിലതിൽ നിക്ഷേപിക്കും. അതാണ് അതിൻ്റെ വ്യത്യാസം. നമ്മൾ എപ്പോഴും ഇന്ത്യൻ എക്കണോമി വളരെ മോശമായിട്ട് പ്രതികരിക്കുന്ന ഒരു സംവിധാനമാണ്. അതിന് ഒരു 100 നൂലാമാലകളുണ്ട്, റെഡ് ടേപ്പിസമാണ് ഇവിടെ നടക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിചാരിച്ചിരിക്കുന്നവർക്ക് അതേ പറ്റുകയുള്ളൂ. അതിന് അവരുടെ നിക്ഷേപങ്ങൾ ആ രീതിയിൽ തന്നെയായിരിക്കും വളരുകയൊക്കെ ചെയ്യുന്നത്.
പ്രത്യേകിച്ചും മലയാളികളുടെ മനോഭാവത്തിന് ഒരു നെഗറ്റിവിറ്റി എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള വളർച്ചയെ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുമാവട്ടെ, മാർക്കറ്റ് 25,000 നിഫ്റ്റി എത്താൻ പോവുകയാണ്. 24,975 ഒക്കെ ആയി നിൽക്കുന്നു. 950 ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എന്നാൽ 25,000 ബ്രേക്ക് ചെയ്യാനുള്ള ശക്തി ഉണ്ടായില്ല എന്നുള്ളൊരു നിരാശയുണ്ട്. ഈ ലെവലിൽ അങ്ങനെ നിൽക്കുകയാണ്. ഈ മൂവ്മെൻറ്റ് 26,000 എത്തും എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്നുമില്ലെങ്കിൽ 25,300 കടന്നു കഴിഞ്ഞാൽ നല്ലൊരു രീതിയിലുള്ള ബ്രേക്ക് ഉണ്ടാവുമെന്നാണ് എല്ലാവരും കരുതുന്നത്. എനിവേ, നിങ്ങൾ ശ്രദ്ധിക്കുക, മാർക്കറ്റിൽ നിങ്ങൾ ഇടപെടേണ്ടത് എപ്പോഴാണെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നല്ല സ്റ്റോക്കുകൾ അതിൻ്റെ രീതിയിൽ നന്നായിട്ട് താണു കിട്ടുന്ന സമയങ്ങളുണ്ട്, അപ്പോൾ വാങ്ങാവുന്നതാണ്. ഞാനിവിടെ ഇന്നൊരു 3 സ്റ്റോക്കുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് ഈ സ്റ്റോക്കുകളിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് വളരെ നല്ല നിക്ഷേപത്തിന് ഏറ്റവും പറ്റിയതാണ് എന്നൊന്നും അല്ല കേട്ടോ അഭിപ്രായം. ഈ സ്റ്റോക്കുകളിൽ ഈ അടുത്ത കാലത്ത് FIs വളരെയേറെ നിക്ഷേപം നടത്തി. ഈ 2025 മാർച്ചിന് ശേഷമുണ്ടായ ക്വാർട്ടറിൽ, അതായത് ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ, ജൂൺ ക്വാർട്ടറിൽ അവരുടെ നിക്ഷേപത്തിൻ്റെ പെർസെൻറ്റേജ് അവർ ഒരുപാട് ഉയർത്തി. അങ്ങനെയുള്ള ഒരു 3 കമ്പനികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്ക് നിക്ഷേപ സാധ്യതയുള്ളതാണോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഞാൻ പല പ്രാവശ്യം പറഞ്ഞ ഒരു ഷെയറാണ് KFin ടെക്നോളജീസ്. KFin ടെക്നോളജീസിൻ്റെ ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ FIs ഒരുപാട് മാറ്റം വരുത്തി അവരുടെ നിക്ഷേപങ്ങൾക്ക്. KFin ടെക്നോളജീസിൻ്റെ ഷെയറിൽ ഇവിടെ FIസിൻ്റെ നിക്ഷേപം എന്ന് പറഞ്ഞാൽ 22.56% ഈ മാർച്ച് ക്വാർട്ടറിൽ ഉണ്ടായിരുന്നത്. അത് അവർ 27.81% ഉയർത്തി ഈ ജൂൺ ക്വാർട്ടറിൽ. അപ്പോൾ ഒരു ക്വാർട്ടറിൽ അവർ 5%-ഓളമാണ് 5%-ന് മുകളിൽ കൂട്ടി അവരുടെ നിക്ഷേപം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ നമ്മളെക്കാളുമൊക്കെ കൂടുതൽ റിസർച്ചുകൾ നടത്തുന്നവരും അല്ലെങ്കിൽ കമ്പനി മാനേജ്മെൻറ്റുമായിട്ട് നേരിട്ട് ഇടപഴകുന്നവരും ആയതുകൊണ്ട് അവരുടെ നിക്ഷേപങ്ങളെ ശ്രദ്ധിക്കുക എന്നേ ഞാൻ പറയുന്നുള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിക്ഷേപത്തിന് പരിഗണിക്കുകയോ എങ്ങനെ ചെയ്യാം. പക്ഷെ അതിനകത്തൊരു പോസിറ്റീവ് അല്ലാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് അവർ DISും അതിനകത്ത് നിക്ഷേപം ഉയർത്തിയിട്ടുണ്ട്. 23.71%. അതായത് 20% ഉണ്ടായിരുന്നത് 23%-ലേക്ക് മാറി. പക്ഷെ വേറൊരു കുഴപ്പമുള്ള എന്നാന്ന് വെച്ചാൽ പ്രൊമോട്ടേഴ്സിൻ്റെ ഷെയർ അവർ കുറച്ചു. അത് വിറ്റാണ് അവർ കാശുണ്ടാക്കിയത്. ഈ FIസിനും DISനും അവരത് കൊടുത്തു. അപ്പോൾ അത് എത്ര ശതമാനമാണ്? 10% കൊടുത്തു. 32.91 ഉണ്ടായിരുന്നത് 22.9 ആയി. അപ്പോൾ ഒരു 10% ഷെയർ പ്രൊമോട്ടേഴ്സ് കൈയൊഴിഞ്ഞ് അവർ FIs ആണ് അത് വാങ്ങിയത്, DISും കൂടി വാങ്ങി ആ ശതമാനം എന്നാണ് അതിനകത്ത് നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് KFin ടെക്നോളജീസിലൊരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കുക. അത് എപ്പോഴുണ്ടാകുമെന്ന് പറയാനാവില്ല. ഇനിയൊരു മാർക്കറ്റിലുണ്ടാകുന്ന ചെറിയൊരു ചലനത്തിൻ്റെ സമയത്ത് തീർച്ചയായിട്ടും KFin ടെക്നോളജീസ് ഒരു പ്രതീക്ഷ നൽകുന്ന ഷെയർ തന്നെയാണ്. KFin ടെക്നോളജീസിൻ്റെ പ്രവർത്തന മേഖലകളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ കരുതുന്നു. ഞാൻ അതിനെ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിരുന്ന ഒരു ഷെയറാണ്. 1086 രൂപയുടെ സമയത്ത് പറഞ്ഞതിന് ശേഷം അത് 1336 രൂപയൊക്കെ പോയിട്ടാണ് വീണ്ടും ഇപ്പോൾ 1125 രൂപയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ദീർഘകാല നിക്ഷേപകരായാണ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തുടരാം. അതേസമയം നിങ്ങൾ ലോങ് ടൈമിലേക്കല്ല ഷോർട്ട് ടൈമിൽ വിറ്റെടുക്കാനുള്ളവരായിരുന്നെങ്കിൽ പോലും അന്നേരം നിങ്ങൾക്ക് മാറാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് നിങ്ങൾ നിക്ഷേപത്തെ വീണ്ടും ക്രമീകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. KFin ടെക്നോളജീസ് ആണ്. അപ്പോൾ അടുത്തത് വേറൊരു ഷെയർ ഉള്ളത് ഏഞ്ചൽ വൺ ആണ്. ഈ ഏഞ്ചൽ വണ്ണിലും ഈ പറഞ്ഞ പോലെ FIs ഈ ജൂൺ ക്വാർട്ടറിൽ നിക്ഷേപം ഉയർത്തിയിട്ടുണ്ട്. ഏഞ്ചൽ വണ്ണിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രോക്കിംഗ് സ്ഥാപനമാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റാണ് ശരിക്കും. അവർ എല്ലാത്തരം ഫിനാൻസിൻ്റെ കാര്യങ്ങളിലും കൈകടത്തുന്ന കമ്പനിയാണ്. നല്ല രീതിയിൽ പുരോഗതി പ്രാപിക്കുന്നു, നല്ല റിസൾട്ടുകൾ പ്രദാനം ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ്. ഈ കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ട് അത്ര മെച്ചമല്ലാത്തതുകൊണ്ട് ഒരുപാട് താഴെ വന്നിരുന്നു. അത് 3500-ന് മുകളിൽ പോയ ഒരു ഷെയറാണ്. ഇപ്പോൾ 2677 രൂപയിൽ നിൽക്കുന്നു. അത് 1941 രൂപ വരെ ഈ കഴിഞ്ഞ ജനുവരിയിലൊക്കെ വന്ന ഷെയറാണെന്നുള്ളതാണ്. അപ്പോൾ അത്രയും താഴെ വന്നതിന് ശേഷം അത് തിരിച്ചു വന്നതാണ്. തിരിച്ച് കയറി തുടങ്ങിയിരിക്കുകയാണ്. 2677 രൂപയിൽ നിൽക്കുന്നു. അതിനകത്ത് FIസിൻ്റെ
ഇതെന്ന് പറഞ്ഞാൽ 1.5% അവർ കൂട്ടി ഈ ക്വാർട്ടറിൽ. അതായത് 13.05% ഉണ്ടായിരുന്നു 14.66% മാറ്റി അവർ. 1% കൂടുതൽ 1.6% അവർ മാറ്റം വരുത്തി. അത് ഈ സെല്ലിങ്ങിനിടയിലാണെന്ന് ഓർക്കണം. അതായത് ഈ ജൂൺ ക്വാർട്ടറിലൊക്കെ FIs നിറയെ സെല്ല് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവർ ഇതിനകത്തൊക്കെ മാറ്റം വരുത്തി ഇതിലേക്ക് നിക്ഷേപം നടത്തുകയാണ് ഉണ്ടായത്. അതുപോലെ അത് DISും 2%-ഓളം നിക്ഷേപം കൂട്ടിയിട്ടുണ്ട്. അതിന് 14.27 ഉണ്ടായിരുന്നു 16.43% മാറ്റി DIS. അതെങ്ങനെയാണ് അതിനകത്തെ കണക്കുകൾ? ഇത് നിങ്ങൾക്കുടെ അറിവിലേക്ക് പറയുന്നതാണ്. പക്ഷേ ഇതിനകത്തുള്ള ഏഞ്ചൽ ഫണ്ടൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അതിനെ റിസർച്ച് ചെയ്യുക. ഏഞ്ചൽ ഫണ്ട് സ്റ്റോക്കിനെ കുറിച്ച് അറിയാവുന്നവരായിരിക്കും അധികം പേരും എന്ന പ്രതീക്ഷയിലാണ് ഞാനിതൊക്കെ പറയുന്നത്. കാരണം അതൊരു ഫേമസ് ആയിട്ടുള്ള ഇന്ത്യയിലെ സ്റ്റോക്ക് ബ്രോക്കിംഗ് സ്ഥാപനങ്ങളിലൊന്നായി അറിയപ്പെട്ടു തുടങ്ങിയിട്ട് തന്നെ കാലങ്ങൾ കുറേ ആയതാണ്. അപ്പോൾ ആ രീതിയിൽ അതിന് ഒരു നിങ്ങളുടെ മുൻപിലും അതിനൊരു പ്രസക്തി ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു എന്താണ് അതിൻ്റെ പ്രസക്തി എന്ന് മനസ്സിലാവുമെന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ ഓടിച്ചു പോകുന്നത്. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഞാനിത് അധികവും എടുത്തിരിക്കുന്നത് മണി കൺട്രോളിലും മറ്റ് സ്ക്രീനറിലും ഒക്കെ നോക്കിയിട്ട് തന്നെയാണ്. നിങ്ങൾക്കും അതൊക്കെ വാച്ച് ചെയ്ത് ഇത് എടുക്കാവുന്നതാണ്. ഈ 2 സ്മാൾ ക്യാപ്പ് ഓഹരികളാണ് അതൊക്കെ. അതിനകത്ത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് മാത്രം നിക്ഷേപിക്കുക കേട്ടോ. ഇതൊന്നും നിക്ഷേപത്തിനുള്ള ഒരു റെക്കമെൻഡേഷനൊന്നുമല്ല. നിങ്ങളിതിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് FIs ഒക്കെ ഇത്രയും മാറ്റം വരുത്തുന്നു എന്ന് പറയുമ്പോൾ ആ ഷെയറിനുള്ള പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഒരു ഷെയറാണ് ഒരു മൈക്രോ ക്യാപ്പ് ഷെയറാണ്. ഇത് നിക്ഷേപത്തിന് വേണ്ടിയിട്ട് ഒന്നും പറയുന്നതല്ല. ഞാനിതിൻ്റെ ഒരു അവസ്ഥ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. ഇതിനകത്ത് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ഒന്ന് പറയുക എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് 102 രൂപയാണ്. 160 രൂപ ഹൈ കാണിച്ചു. 52 വീക്ക് ഹൈ ആണ്. 67.20 ലോയും കാണിച്ചിട്ടുണ്ട്. അത് മാർക്കറ്റ് ക്യാപ്പ് 747 കോടിയുള്ളൂ. അങ്ങനെയുള്ള ഒരു ഷെയറാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ FIs അതിലൊരു 13% ഷെയർ അവർ ഈ ക്വാർട്ടറിൽ വാങ്ങി. അതായത് ജൂൺ ക്വാർട്ടറിൽ മാർച്ച് ക്വാർട്ടറിൽ 4.27 ഉണ്ടായിരുന്നത് ജൂൺ ക്വാർട്ടർ ആക്കിയപ്പോൾ 16.68 മാറ്റി അവരുടെ ഹോൾഡിങ് FIs. അതുപോലെ DIs നിസ്സാര ഹോൾഡിംഗ് ഉള്ളൂ. 0.91 ഉള്ളൂ. അതിപ്പോൾ അങ്ങനെ തന്നെ ഒരു 0.8 ചെറിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളൂ. അങ്ങനെ നിൽക്കുന്നുണ്ട്. പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് കുറച്ചതാണ് ഇവർക്കൊക്കെ കിട്ടിയത്. 40.94 ഉണ്ടായിരുന്നു 37.72% പ്രൊമോട്ടേഴ്സ് ഷെയർ ഹോൾഡിംഗ് കുറച്ചു. അതാണ് FIs ഒക്കെ വാങ്ങി കൂട്ടിയിരിക്കുന്നത്. അതുമല്ല പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഉള്ള ട്രേഡിങ്ങിലൂടെ വാങ്ങിയേക്കുന്നതാണ് അത്. അതായത് 53.88% പബ്ലിക്കിനുണ്ടായിരുന്നത് 44.85% മാറ്റി. ഇൻഡോ സ്വിഫ്റ്റ് ലബോറട്ടറീസ് ആണ്. ഇൻഡോ സ്വിഫ്റ്റ് ലബോറട്ടറീസിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ API ആണ്, പിന്നെ റിസർച്ചാണ്, പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, കെമിക്കലുകളാണ് കേട്ടോ, മരുന്ന് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ പരിപാടികളാണ്. അതായത് API എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ആ തരം സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് അത്. കാലങ്ങൾ കുറേയായി നിലവിലുള്ള കമ്പനിയാണ്, അല്ലാതെ പുതിയ കമ്പനിയല്ല, ഇപ്പോഴൊന്നും തുടങ്ങിയൊന്നുമല്ല. പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. ഒരു 160 രൂപ വരെയാണ് അതിന് ഹൈ കാണിച്ചിട്ടുള്ളൂ. ആ ഷെയറിൻ്റെ ബാക്കിയുള്ള കണക്കുകളൊന്നും കുഴപ്പമുള്ള കണക്കുകളൊന്നും അല്ല. അതിന് നിസ്സാരമായ റിട്ടേണുകളെ അവർ നൽകിയിട്ടുള്ളൂ. ഡിവിഡൻഡ് കൊടുത്തിട്ടേ ഇല്ല എന്നൊക്കെയുള്ള ന്യൂനതകൾ അതിനുണ്ട് താനും. അപ്പോൾ ഈ രീതിയിലുള്ള ഇൻഡോ സ്വിഫ്റ്റ് ലബോറട്ടറീസ് 102 രൂപയിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. അതിനകത്ത് ഈ കഴിഞ്ഞ മാസം ക്വാർട്ടറിൽ FIs വളരെയേറെ 12% മാറ്റം വരുത്തിയിരിക്കുന്നത്. അവർ 12% ഷെയറുകൾ അവർ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഈ കമ്പനിയിൽ. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഇത്
നിക്ഷേപം അവസരമായി കാണണമെന്നല്ല ഞാൻ പറയുന്നത്. നിക്ഷേപിക്കാനുള്ള സാധ്യതകളുണ്ടോ എന്ന് പരിശോധിക്കുക. നിങ്ങളുടെ കൃത്യമായ ഇതിലോട് കൂടി തന്നെ നിങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഇത് ഞാൻ പറയുമ്പോൾ പുതിയൊരു ആളുകൾക്ക് വന്ന് ഇതിനകത്തൊന്നും നിക്ഷേപിക്കാനുള്ള അവസരമൊന്നും തോന്നുകയില്ല. ഇത് ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള സാധ്യതകൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. പുതിയതായി നിക്ഷേപത്തിന് ഇറങ്ങുന്നവർ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളല്ല ശ്രദ്ധിക്കേണ്ടത്. ഇതിപ്പോൾ ലോങ് ടേമിലേക്ക് നിക്ഷേപിക്കുന്ന ആർക്കും നിക്ഷേപിക്കാവുന്ന ചില കമ്പനികളുടെ പേരുകളാണ് ഈ 3 കമ്പനികളുടെ പേരുകളാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള താല്പര്യം പോലെ ഇരിക്കും. അത് ഈ മൈക്രോ ക്യാപ്പ് ആയിട്ടുള്ള ഇൻഡോസ്വിഫ്റ്റിലൊക്കെ ലബോറട്ടറീസ് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും നമുക്കറിയാൻ പറ്റുന്നതിന് മുമ്പേ അതിൻ്റെ ഷെയർ പല രീതിയിൽ കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ആ രീതിയിലുള്ള റിസ്ക് അതിനെപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ആ രീതിയൊക്കെ അറിയാവുന്നവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൃത്യമായ അന്വേഷണത്തിന് ശേഷം നിങ്ങളുടെ ആരെങ്കിലും ഉപദേശകരുണ്ടെങ്കിൽ അവരുടെ ഉപദേശമൊക്കെ കേട്ടതിന് ശേഷം മാത്രം തീരുമാനിക്കുക. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇത് വേണോ വേണ്ടിയോ എന്ന്. നിക്ഷേപത്തിനുള്ള അവസരങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ശക്തമായി ഉയർന്നു വരികയാണ്. ഇപ്പോഴുള്ള ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ തന്നെ 2030 ആകുമ്പോൾ ഇന്ന് വാങ്ങുന്ന ഷെയറുകളെല്ലാം തന്നെ 2% അല്ലാത്ത ഇരട്ടിയിൽ കൂടുതൽ വളരുമെന്നുള്ളതിന് സംശയമില്ല. എങ്കിലേ നമ്മളുടെ എക്കണോമി ഇപ്പോൾ 4.19 ട്രില്യൺ ആകുന്നുവെങ്കിൽ അടുത്ത ഈ 5 വർഷം കൊണ്ട് അത് ഡബിൾ ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കമ്പനികളുടെയൊക്കെ പ്രൊഡക്ഷൻ കൂടുകയും അത് ഡബിൾ ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ കമ്പനിക്ക് വളർച്ചയുണ്ടാകും. തീർച്ചയായിട്ടും ഇന്ത്യയുടെ മാർക്കറ്റിനാണ് ഇനിയുള്ള സാധ്യത എന്നുള്ളതിന് ഒരു സംശയവുമില്ലാത്തയാളാണ് ഞാൻ. നിങ്ങൾക്ക് ഇവിടുത്തെ ആളുകൾ പറഞ്ഞാൽ മനസ്സിലാവില്ലാത്ത സായിപ്പിനെ കൊണ്ട് സായിപ്പ് പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ സായിപ്പിൻ്റേതായ ഇഷ്ടം പോലെയുള്ള നിരീക്ഷണങ്ങൾ ഒരുപാട് മീഡിയകളിൽ കിട്ടും നമുക്ക്. ഇപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഈ അമേരിക്കൻ ഗവൺമെൻറ് ട്രംപ് ഡെഡ് എക്കണോമി എന്ന് പറഞ്ഞതിന് ശേഷം അമേരിക്കക്കാരുൾപ്പെടെയുള്ള നിരീക്ഷകരുടെ അനലിസ്റ്റുകളുടെ പ്രതികരണങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യൻ എക്കണോമിക്കുള്ള പ്രോഗ്രസ് എന്തായിരിക്കുമെന്ന്, അത് എവിടെ നിൽക്കുന്നുവെന്ന്. ഓക്കെ, എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ സഹായം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സഹായമാണ് എൻ്റെ ശക്തി. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ നിക്ഷേപത്തിനുള്ള അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ആദ്യമായി കേൾക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക, കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം.